തണ്ണീർമുക്കം ബണ്ട് കുട്ടനാടിന്റെ കാവൽക്കാരൻ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിനു കുറുകെ ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കത്തെയും കോട്ടയം ജില്ലയിലെ വെച്ചൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഏഷ്യയിലെ തന്നെ വലിയ മഡ് റെഗുലേറ്ററുകളിൽ ഒന്നാണ് തണ്ണീർമുക്കം ബണ്ട്. കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായി 1958-ൽ നിർമ്മാണം ആരംഭിച്ച ഈ പദ്ധതി ദീർഘകാലത്തെ പ്രയത്നങ്ങൾക്കൊടുവിൽ 1974-ലാണ് പൂർത്തിയായത്. സമുദ്രനിരപ്പിനേക്കാൾ താഴെ സ്ഥിതി ചെയ്യുന്ന കുട്ടനാടൻ കൃഷിയിടങ്ങളിലേക്ക് കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കയറുന്നത് തടഞ്ഞ് വർഷത്തിൽ 2 തവണ നെൽകൃഷി സാധ്യമാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഏകദേശം 1.4 കിലോമീറ്റർ നീളമുള്ള ഈ ബണ്ട് 3 ഘട്ടങ്ങളിലായാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ വെച്ചൂർ ഭാഗത്ത് 31 ഷട്ടറുകളും തണ്ണീർമുക്കം ഭാഗത്ത് 31 ഷട്ടറുകളും മധ്യഭാഗത്ത് 28 ഷട്ടറുകളുമായി ആകെ 90 ഷട്ടറുകളാണ് ഉള്ളത്. ഇതിനു പുറമെ കപ്പലുകൾക്കും വലിയ ബോട്ടുകൾക്കും കടന്നുപോകാനായി 5 നാവിഗേഷൻ ലോക്കുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓരോ വർഷവും വൃശ്ചിക മാസത്തോടെ ഡിസംബർ പകുതി ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി ബണ്ടിന്റെ ഷട്ടറുകൾ അടയ്ക്കുകയും പിന്നീട് മീനമാസത്തോടെ മാർച്ച് പകുതി കൃഷി വിളവെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് ഷട്ടറുകൾ തുറന്നുവിടുകയും ചെയ്യുന്നു. ഈ ബണ്ടിന്റെ വരവോടെ കുട്ടനാട്ടിലെ നെല്ലുൽപാദനം ഗണ്യമായി വർദ്ധിക്കുകയും പ്രദേശം കേരളത്തിന്റെ നെല്ലറയായി മാറുകയും ചെയ്തു. എന്നാൽ സാമ്പത്തിക നേട്ടങ്ങൾക്കൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളും ബണ്ട് സൃഷ്ടിക്കുന്നുണ്ട്. കായലിലെ ഉപ്പുവെള്ളത്തിന്റെ സ്വാഭാവികമായ ഒഴുക്ക് തടയപ്പെട്ടതോടെ ജലത്തിലെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കാനും ആഫ്രിക്കൻ പായലുകൾ അമിതമായി വളരാനും കാരണമായി. ഇത് മത്സ്യസമ്പത്തിനെ, പ്രത്യേകിച്ച് ഉപ്പുവെള്ളത്തിൽ വളരുന്ന കരിമീൻ, ചെമ്മീൻ എന്നിവയുടെ പ്രജനനത്തെ ദോഷകരമായി ബാധിച്ചു. ഈ പ്രതിസന്ധി പരിഹരിക്കാനാണ് ഡോ. സ്വാമിനാഥൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരം മധ്യഭാഗത്തെ മൺബണ്ട് മാറ്റി ഷട്ടറുകൾ സ്ഥാപിച്ചത്. ഇന്ന് കാർഷിക പ്രാധാന്യത്തിനൊപ്പം തന്നെ ആലപ്പുഴ, കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ഗതാഗത മാർഗമായും മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായും തണ്ണീർമുക്കം ബണ്ട് നിലകൊള്ളുന്നു.